എന്ത് കാര്യം പറഞ്ഞാലും രാവിലെ ഉറങ്ങാൻ പാടില്ല. സുബഹിന്റെ ശേഷം ഉറങ്ങാതിരിക്കുക. അങ്ങനെ വല്ലാതെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങിക്കോ. അതും നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന് രാവിലെ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഈ കുറ്റൂസ നടക്കാൻ ചില വീടുകളിലൊക്കെ പ്രായം ചെന്ന ആളുകളുണ്ടെങ്കിൽ അവർ പറയും സുബൈക്കന്നമാണം, സുബൈക്കന്നമാണെന്ന് പറയും പ്രായം ചെന്ന വാപ്പാരുമാരും. നമ്മളാണെങ്കിൽ 8 മണിക്കേ തുടങ്ങുള്ളൂ. അപ്പൊ ചില അമ്മാരും വാപ്പാരും എന്ത് പറയും, പ്രായം ചെന്നവരുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, എന്റെ ഉമ്മത്തീങ്ങൾക്ക് ബുക്കൂറിൽ ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രഭാതത്തിൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. അത് ഉച്ചക്ക് 12 മണി വരെ AM ആണ്. ആ AM എന്ന് മാറുമ്പോ PM 12 മണിന്റെ ശേഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഉച്ചന്റെ മുമ്പൊക്കെ അതിൽ പെടും. പക്ഷെ നന്ന് രാവിലെ ആയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും പൊരയിൽ കൂടുതൽ നടക്കുമ്പോൾ ധാരാളം സഹോദരിമാരുടെ നിസ്കാരങ്ങൾ ഖളാ ആകുന്നുണ്ട്. നമ്മളെ പൊരയിൽ കൂടുതലിന് എത്ര നിസ്കാര കുപ്പായം ഉണ്ടാവും? 18 സഹോദരിമാരെ അവിടെ വിളിച്ചു വരുത്തിയാൽ എത്ര നിസ്കാര കുപ്പായം ഉണ്ടാവും? ഇത് സൂക്ഷിക്കാൻ കഴിയണം. പിന്നെ വലിയ ഒരു ഉസ്താദ് പറഞ്ഞു, ഒരു ഖൈറ് മുടക്കി ഒരു ഖൈറ് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ജമാഅത്ത് ഒക്കെ മുടക്കി ഇവിടുന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ജമാഅത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾക്ക് 7 മണിയോ 8 മണിയോ 9 മണിയോ 10 മണിയൊക്കെ തെരഞ്ഞെടുക്കും. ഇതിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് മക്കളും അതുപോലെ തന്നെ മരുമക്കളും തമ്മിൽ കുലുമാല് നടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്റെ ഓരോ മസ്ലഹത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഓരോ മസ്ലഹത്തിന്റെ ഭാഗമാണ്. ചില ആളുകളൊക്കെ മസ്ലഹത്തുകൾ ഇതായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ മുന്നോട്ട് പോകണം. ഖുർആൻ അൽഹംദുലില്ലാഹ് പഠിതാക്കളാണ്. എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച നിങ്ങൾ ഇതിന് സമയം കണ്ടെത്തുന്നവരാണ്. ആ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നിത്യമായി ചെയ്യുന്ന അമലുകളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോരുമ്പം ഒരുപാട് ഖൈറുകൾ നമുക്കുണ്ടാവും. രാവിലെ ഉറങ്ങാതിരിക്കുക. എന്ത് കാര്യം പറഞ്ഞാലും രാവിലെ ഉറങ്ങാൻ പാടില്ല. സുബഹിന്റെ ശേഷം ഉറങ്ങാതിരിക്കുക. അങ്ങനെ